ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് December 5 നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയിട്ട് 5 ദിവസമായി. നമ്മൾ 5 ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ 3-ാം തീയതിയിലെ വീഡിയോ നമ്മൾ ഡിലീറ്റ് ആക്കി. അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സൗണ്ട് കൊടുത്തത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ പതിവ് പോലെ ഞാൻ ലാഗാക്കുന്നില്ല. കുഞ്ഞുങ്ങളെ റെഡിയാക്കി അവരെ സ്കൂളിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ഥിരം കാണുന്നതായതുകൊണ്ടാണ് ഞാൻ രാവിലത്തേത് കുറച്ച് രീതിയിൽ ഇട്ടത്. അവരെ കൊണ്ടുവിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ തപ്പിയതിൻ്റെ കഴുത്തിൽ മാല കണ്ടില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ മാലയുടെ കാര്യം ശ്രദ്ധിച്ചത്. പിന്നെ വീട്ടിൽ നോക്കിയപ്പോൾ കിട്ടി കേട്ടോ, ഡ്രസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി ഒതുക്കി രാവിലെ ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയും സവാളയും കട്ടൻ ചായ എല്ലാം കൂടി തട്ടി. എന്നിട്ട് നമ്മൾ ഇന്നലെ കട ഒതുക്കിയപ്പോൾ കിട്ടിയ കുറേ സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ വീടിൻ്റെ തിണ്ണയിൽ ഒരു മൂലയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ഒതുക്കി അവിടെ എല്ലാം നീറ്റാക്കി തൂത്ത് വരണമായിരുന്നു. അങ്ങനെ ആ ജോലിയും തീർത്തിട്ടാണ് ഞാൻ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അത് നല്ലൊരു ജോലിയായിരുന്നു, ക്ലീനിങ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മീനെക്കുട്ടനെ എടുത്തു. ഈ മീനാണ് വാളമീൻ കേട്ടോ. നോക്കിയാണ് എൻ്റെ അത്രയേ ഉണ്ട് കണ്ടോ, നല്ല നീളമുള്ള നല്ല വലിപ്പമുള്ള വാളമീനാണ് കിട്ടിയത്. ഈ മീൻ ഇവിടെ അപ്പയും അമ്മയും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഞാനും ഏട്ടനും പിള്ളേരൊന്നും കഴിക്കില്ല. അതിൽ മുള്ളുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം കഴിക്കും. പക്ഷേ ടേസ്റ്റുള്ള മീനാണ്, ഞങ്ങളാരും അത് കഴിക്കില്ല. പിന്നെ നിങ്ങളവിടെ ഈ മീൻ എന്താ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ ഞങ്ങളുടെ ഇവിടെ വാളമീൻ എന്നാണ് പറയുന്നത്. ഇവിടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട മീനാണ്. എൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരു ചുണ്ണാമ്പ് പോലെ ഇരിക്കുന്നത്, അത് ഞാൻ നമ്മുടെ പാത്രം സ്ക്രബ്ബർ ഇട്ട് തേച്ചിട്ടാണ് കളയുന്നത് കേട്ടോ. അപ്പം അത് പെട്ടെന്ന് പോവും കേട്ടോ, ആ ചുണ്ണാമ്പ് പോലെ ഇരിക്കുന്നത്. നിങ്ങളും ഈ മീൻ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വൃത്തിയാക്കാനേ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാനും പറ്റും. അങ്ങനെ വാളമീനെല്ലാം ഞാൻ അടുപ്പത്താക്കി. ഇന്നലെ ചിക്കൻ വാങ്ങിച്ചത് കുറച്ച് മസാല പുരട്ടി വെച്ചത് അത് പൊരിച്ചും എടുത്തു കേട്ടോ. അതായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കൂട്ടാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല, ടൈമില്ലായിരുന്നു. ഞാൻ കുറച്ച് തുണി കൂടി അലക്കാനുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. എന്നും കാണുന്നതല്ലേ ഈ തുണി അലക്കൊക്കെ. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് ഒരു 2:30-2:45 ഞങ്ങൾ മക്കളെ വിളിക്കാൻ പോയി കേട്ടോ. അവർക്ക് അരി കിട്ടുമായിരുന്നു സ്കൂളിൽ നിന്ന്. അങ്ങനെ അരി വാങ്ങാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഏട്ടനും മക്കളും എല്ലാം കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോഴേക്കും ഞാൻ ചായ ഇട്ടു കേട്ടോ. ഞാൻ ചായ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ ഞാനും ആ പാത്രത്തിൻ്റെ കൈയിട്ടുമായിരുന്നു ഞാനും കഴിച്ചു കേട്ടോ. അവരിരുന്ന് ചായ കുടിച്ചപ്പോൾ ഞാൻ ഇരുന്ന് ചോറ് കഴിച്ചു. എന്നിട്ട് പിന്നെ ഞാനും ചോറ് കഴിച്ചിട്ട് ഉടനെ തന്നെ വന്ന് ചായ കുടിച്ചു. കാരണം ചായ കുടിക്കുന്ന ടൈം ആയായിരുന്നു ഓട്ടോമാറ്റിക്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച്, ചായ നമ്മൾ പലഹാരമായിട്ട് വാങ്ങിച്ചത് ഇതായിരുന്നു കേട്ടോ, നമ്മുടെ പച്ചമുറുക്ക്. അങ്ങനെ ആ മുറുക്കിന് വേറെന്തൊരു പേരാണ് കേട്ടോ, ഞാൻ മറന്നുപോയി. ആ മുറുക്ക് ചായയിലിട്ട് കൂത്തൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴാണ് ഏട്ടമ്മ ത്രാസ് ശരിയാക്കാൻ ആൾ വരുന്നുണ്ട്, ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാനും മക്കളും കൂടി ത്രാസൊക്കെ ക്ലീൻ ചെയ്തു. പക്ഷേ ഈ ത്രാസ് ഞങ്ങളിന്ന് കൊടുത്തു കേട്ടോ. എൻ്റെ പുതിയ ത്രാസ് വാങ്ങാൻ പോവാണേ. അങ്ങനെ ത്രാസ് ക്ലീനാക്കി. വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ലായിരുന്നു, ബാറ്ററിയുടെ ചെറിയൊരു പ്രോബ്ലം ഉള്ളായിരുന്നു. അത് നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കാതിരുന്നപ്പോൾ വന്നതാണ് കേട്ടോ അങ്ങനെ ഒരു പ്രോബ്ലം. എന്തായാലും മാറ്റി വാങ്ങാമെന്ന് വെച്ച് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ക്ലീനാക്കിയിട്ട് വന്ന് മോൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു. അവൻ ഫോൺ കൊടുക്കാത്തതിന് അവൻ നല്ല വഴക്കായിരുന്നു. ഇന്ന് സിമ്പിളൊരു ഡേ ആയിരുന്നു, ഹാപ്പി ഡേ ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് ടാറ്റാ ബൈ ബൈ, സീ യു.